ചരിത്ര നേട്ടത്തിന് തൊട്ടരികിൽ കേരള ക്രിക്കറ്റ്. ഈ ദിവസം എനിക്കൊരിക്കലും മറക്കാനാവില്ല. അത്രമേൽ അഭിമാനം നിറഞ്ഞ നിമിഷമാണിത്. ഇത്തവണ കേരളം കപ്പ് നേടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ നിന്ന് കൂടുതൽ താരങ്ങൾ ദേശീയ ടീമിലെത്തും. രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ ഫൈനൽ പ്രവേശനത്തിന് പിന്നാലെ സുനിൽ ഗവാസ്കർ പറഞ്ഞ വാക്കുകളാണിത്. ഗവാസ്കർ മാത്രമല്ല, മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നു ഇത്തവണ കേരളം രഞ്ജി ട്രോഫി നേടുന്നത് കാണാൻ. പാതിവഴിയിൽ പടപൊരുതി വീഴുന്ന പോരാളികളായിരുന്നു അവർ അതുവരെ. ചേർക്കേണ്ട ചേരുവകളൊക്കെ ചേർത്ത് കളത്തിലിറങ്ങിയാലും നിർഭാഗ്യങ്ങളും മോശം പ്രകടനങ്ങളുമൊക്കെ കേരള ക്രിക്കറ്റിനെ നിരന്തരം പിന്നോട്ടടിച്ചു. എന്നാൽ ഇനി അതൊക്കെ പഴയ കഥ മാത്രം. കഴിഞ്ഞ 74 വർഷത്തെ രഞ്ജി ട്രോഫിയുടെ കഥകളിൽ ചരിത്രത്തിലാദ്യമായി കേരള ക്രിക്കറ്റ് ടീം കലാശപ്പോരിനിറങ്ങുന്നു. 26-ന് വിദർഭയ്ക്കെതിരെയാണ് ഫൈനൽ പോരാട്ടം. കലാശപ്പോരിലെ ബലം എന്തു തന്നെ ആയാലും അതിരറ്റ ആഹ്ലാദവും അഭിമാനവുമാണ് ഓരോ മലയാളിക്കും ഈ നിമിഷം സമ്മാനിക്കുക. പിന്നിട്ട കാലങ്ങളിലെ എത്രയെത്ര ക്രിക്കറ്റ് ആരാധകരുടെ സ്വപ്നമായിരുന്നിരിക്കണം അവർ 11 പേരും ചേർന്ന് നടപ്പിലാക്കിയത്. സെമിയിൽ ഗുജറാത്തിനെതിരെ അന്യം നിന്ന ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സൗന്ദര്യത്തെ കേരളം ലോകത്തിന് കാട്ടിക്കൊടുത്തു. എങ്ങനെ വിശേഷിപ്പിക്കണം ഈ പോരാട്ട വീര്യത്തെ? മത്സരം സമനിലയിൽ അവസാനിച്ചാൽ ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് നേടിയ ടീം ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യും എന്ന അവസ്ഥ. രഞ്ജി ട്രോഫി സെമിയുടെ അവസാന ദിനം ബാറ്റ് ചെയ്യുന്ന ഗുജറാത്തിന് കേരളത്തിനെതിരെ അവസാന വിക്കറ്റിൽ ലീഡിന് വേണ്ടത് വെറും 3 റൺസ്. സ്വപ്ന നേട്ടത്തിലേക്ക് കേരളത്തിന് വേണ്ടത് 1 വിക്കറ്റും. 48 പന്തുകളിൽ നിന്ന് 1 ബൗണ്ടറിയോടെ 10 റൺസുമായി ബാറ്റ് ചെയ്യുന്ന ഗുജറാത്തിന്റെ നാഗസ്വാലയ്ക്ക് മുന്നിലേക്ക് ആദിത്യ സർവ്വതെ ബോൾ എറിയുവാൻ വരികയാണ്. ആത്മവിശ്വാസത്തോടെ പന്ത് നേരിടാൻ തയ്യാറെടുത്ത നാഗാസ്വാലയുടെ മനസ്സിൽ ഡീപ് വിക്കറ്റിനും സ്ക്വയർ ലെഗിനും ഇടയിലുള്ള ശൂന്യത മാത്രമായിരുന്നു ലക്ഷ്യം. ഷോർട്ട് ലെഗിൽ ഫീൽഡ് ചെയ്യുന്ന ഫീൽഡറുടെ തലയ്ക്ക് മുകളിലൂടെ ആ പന്തിനെ ബൗണ്ടറി വരെ കടത്തിവിട്ട് അതിലൂടെ തന്റെ ടീം ഫൈനലിലേക്ക് കടക്കുമെന്ന് അയാൾ കരുതിയിരിക്കുക. എന്നാൽ അടുത്ത നിമിഷം വളരെ കൃത്യമായിരുന്ന അയാളുടെ പദ്ധതികളെല്ലാം തകിടം മറിഞ്ഞ് അതീവ നാടകീയത നിറഞ്ഞ നിമിഷങ്ങൾക്കാണ് പിന്നീട് ഗുജറാത്തിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ആദിത്യ സർവ്വത എറിഞ്ഞ 175-ാം ഓവറിലെ 4-ാം പന്തിൽ നാഗോസ്വലയുടെ ഷോർട്ട് ലെഗിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന സൽമാൻ നിസാറിന്റെ ഹെൽമറ്റിലേക്ക്. ആ ഹെൽമറ്റിൽ തട്ടി ഗതിമാറി ഉയർന്നു പൊങ്ങിയ പന്ത് സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ കൈകളിൽ ഭദ്രം. ക്രിക്കറ്റ് നിയമങ്ങൾ പൊടി തട്ടിയെടുത്ത് അമ്പയർ ഔട്ട് അനുവദിച്ചു. കേരളം ചരിത്ര ഫൈനലിലേക്കും. സച്ചിൻ ബേബി എന്ന നായകനും ജലജ് സക്സേന എന്ന അതിഥി താരവുമെല്ലാം അർഹിച്ച വിജയം. രഞ്ജി ട്രോഫി ടൂർണമെന്റിൽ ചരിത്രത്തിലാദ്യമായി ഫൈനലിലേക്ക് കടന്ന കേരളം കലാശപ്പോരിൽ ഏറ്റുമുട്ടുക വിദർഭയ്ക്കെതിരെയാണ്. വിദർഭയെ നേരിടാനൊരുങ്ങുമ്പോൾ വെല്ലുവിളിയാകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ടീമാണ് വിദർഭ. 32 ടീമുകൾ മത്സരിച്ചിരുന്ന ഗ്രൂപ്പ് ഘട്ടത്തിൽ 40 പോയിന്റുമായാണ് അവർ ഫൈനലിന് കച്ചകെട്ടുന്നത്. കലാശപ്പോര് നടക്കുന്നത് നാഗ്പൂരിലെ അവരുടെ ഹോം ഗ്രൗണ്ടിലാണെന്നത് അവർക്ക് അനുകൂല ഘടകമാണ്. ഒപ്പം മിന്നും ഫോമിൽ കളിക്കുന്ന മലയാളി താരം കരുൺ നായരും വിദർഭയുടെ ശക്തി ഇരട്ടിപ്പിക്കുന്നു. 10 വർഷം മുമ്പ് നമ്മൾ ഒരുമിച്ച് വിശ്വസിച്ചിരുന്ന ആ സ്വപ്നം ഇനി ഒരു പിടി അകലെ. ഇത് നമ്മുടേതാണ്, കിരീടമുയർത്തു. കേരളത്തിന്റെ ഫൈനൽ പ്രവേശനത്തിന് പിന്നാലെ സഞ്ജു സാംസൺ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വരികൾ ഇപ്രകാരമാണ്: അതിനിത്തവണ അവർക്ക് കഴിയട്ടെ.